രാധാമണി 80, വിദ്യാധരൻ 96, ഇവൻ 40. ഇവനെ ഇന്ന് തൂക്കണമല്ലേ? എവിടെ പോയി വിളിച്ചാലേ അവനെ ഞാൻ തൂക്കും. ഈ ചിത്രഗുപ്തനോടാ കളി. പ്രിയ ഭക്തജനങ്ങളെ, ആരും ബഹളം ഉണ്ടാക്കരുത്. ആ ബാലക്കാരൻ മുഴുവൻ നമ്മളിവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി അതിൽ അഭിനയിച്ച പ്രധാന നടൻ, അവനെ കൂടെ കിട്ടിയാൽ മതി. അവനെ എവിടെ വെച്ച് കിട്ടുന്ന നാക്കെ ശൂലം കുത്തിയിരിക്കും നമ്മള്. ആരും ബഹളം ഉണ്ടാക്കരുതെന്ന്. പിന്നെ കുത്തും ഇനി വന്നാ മതി. ഇനി എന്റെ നാക്കൂടെ തരാളാ കുത്ത. ഞാൻ ഓടി രക്ഷപ്പെടൂലേ? ശൂലം വരെയാണ് കുത്തി കയറ്റിക്കളെ. ഓടി തള്ളടാ നീ. ഞാൻ ചിത്രഗുപ്തനാണ്. ചിത്രഗുപ്തന്റെ ചന്തിനെന്ത് ശൂലം കുത്തിയ കേറൂലേ? എടാ ഓടി തള്ളടാ, അവർ കുത്തി കയറ്റിക്കളയടാ. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണെന്ന്. എന്തോന്ന്? നിന്നെ കൊണ്ടുപോകാൻ വന്നതാണെന്ന്. ഒരു ബാലെ പൊളിഞ്ഞാണ് അവന്മാർ ശൂലം കൊണ്ട് പറഞ്ഞത്. ഇനി ഞാൻ നിന്റെ കൂടെ വന്നിട്ട് വേണം നിന്റെ കമ്മിറ്റിക്കാർ എന്റെ അണ്ണാക്കിൽ പടക്കം വെച്ച് പൊട്ടിക്കാൻ. അല്ലടാ പോടാ അവിടുന്ന്. പറഞ്ഞോലെ നീ എവിടുന്ന് പറഞ്ഞത്? അതല്ലേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. ഞാൻ ചിത്രഗുപ്തനാണ് യമപുരിന്ന് വരുന്നെന്ന്. അത് പറ. സൂപ്പർ ബാലയല്ലേ, കിടുക്കാച്ചി ബാലയല്ലായിരുന്ന? അപ്പൊ അതും പൊട്ടിപ്പൊളിഞ്ഞ കുട്ടേ വാരിയല്ലേ? അല്ല, നീ ഇതെവിടെ നിന്ന് വരുന്നത്? ഒന്നും പറയണ്ടല്ലയാ, എന്റെ ബാലയും പൊളിഞ്ഞു. ഒരു ചെറിയ കയ്യബദ്ധം. എന്തോന്ന്? തിരുവോണത്തിന് കളിക്കേണ്ട ബാലയായിരുന്നു, അവിട്ടത്തിന് കളിച്ചു വെച്ചു കൊടുത്ത്. ഞാൻ ചതയത്തിന് ഉത്രാടത്തിന് വരെ കളിച്ചിട്ടുണ്ട്. ഈ പുല്ലന്മാര് ആ മണ്ട അടിച്ച് കീറി വെച്ചങ്ങനെ കണ്ട. ഒന്നും പറയണ്ട, ചോര വരെ വന്ന്. ഞാൻ അമ്മിണിയുടെ സരസന്റെ കാര്യം ആലോചിക്കുന്നത്. അവക്കെന്ത് പറ്റിയടാ? അവർ ആ സ്റ്റേജിന്റെ പുറകിൽ പട്ടിയെ തല്ലുമ്പോലിട്ട് തല്ലണ്ടളിയാ. സത്യം പറഞ്ഞോണ്ടല്ലോ, കണ്ണീര് പറഞ്ഞു. അവക്കിന് നാളെ മെക്കാട് പണിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. അവളുടെ തള്ളക്ക് വിളി ഞാൻ കേൾക്കേണ്ടി വരില്ല. നിനക്കിന് നാളെ മുതൽ ഒരു പ്രാക്കും കേൾക്കേണ്ടി വരും. തന്നടെ കേട്ട് തലപ്പിച്ച് നടക്കുന്നത് എനിക്ക് ഇനി എന്തൊരു പുല്ല് കേൾക്കല്ലേ? ഞാൻ ആലോചിക്കണതേ ഞങ്ങളുടെ രാജഗുരുവിന്റെ കാര്യമാ. അയ്യോ, അങ്ങേരൊക്കെ എന്ത് പറ്റിയടാ? അങ്ങേർക്ക് വേറെ ഒരു കുഴപ്പമില്ലെന്നേ. കിളവനെന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാർ അടിക്കാതെ മാറ്റി നിർത്തി. ന്യായമല്ലേ? ഈ കെട്ട കളവായിട്ട് ഇടയിൽ ചെന്നിട്ട് പറയണേ, ഞാൻ 30 വയസ്സുള്ള രതീഷാണ്, എന്നെ അടിക്കാതെ നൈസ് ഒന്ന് ഒഴിവാക്കി തരാം. ഇത് കേട്ടതും വേറെ കമ്മിറ്റിക്കാരെ പന്തം എടുത്ത് അവൻ അണ്ണാക്കി കുത്തി അവിടെ ചാരി വെച്ചിട്ടുണ്ട്. മേരി കള്ളം പറഞ്ഞു പോരുന്നത്. ഞാൻ എന്ത് ചെയ്യട്ടെ? നമുക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള നേരമൊന്നുമില്ല. നമുക്ക് സമയത്ത് യമപുരി എത്താനുള്ള. എന്തേ പൊട്ടിപ്പൊളിഞ്ഞ ബാലിക്ക് സെക്കൻഡ് ഉണ്ടാളിയാ? നീ ഇരികളിയാ. സമയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര കൃത്യനിഷ്ഠമുള്ളവരാണ്, അത് നിനക്കറിയാം. അത് ശരി, കൃത്യനിഷ്ഠയോടുകൂടി അടി വാങ്ങിക്കുന്ന ആൾക്കാരാണോ നിങ്ങള്? എടാ, നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് യമപുരി എത്താനുള്ളതാണെന്ന്. അത് പറ. ശമ്പളം കിട്ടാണ്ടല്ലേ? നമുക്ക് ആ ചായക്കട ഇപ്പൊ തുറക്കും. 2 ഗ്ലാസ് ചായ അടിച്ചിട്ടിരിക്കുമ്പോ എന്റെ പയ്യന്മാര് സമിതി ബസ്സുമായിട്ടേക്ക് വരും. അതിൽ പോയി നമുക്ക് ബാറിൽ കയറി 2 ബിയറൊക്കെ അടിച്ച് കിറുകി ഇരിക്കുമ്പോഴത്തേക്ക് പുല്ലിത് എന്തൊരു കിറുക്കും ഇത്. 2 പേരും കൂടി അയ്യേ പറഞ്ഞോണ്ടിരുന്നപ്പോ ഈ കളവൻ പോയാ. ഇവിടെ ഉണ്ടടാ പട്ടി. ഇത് എന്തൊരു പട്ടി? ഇത് ഭയങ്കര പട്ടി സൗണ്ട്. അതിനെ ഉപദ്രവിക്കല്ലേ? അത് ഞാൻ വന്നതിന്റെ അടയാളം കാണിക്കുന്നതാണെന്ന്. ചിത്രഗുപ്ത, കമ്മിറ്റിക്കാര് തല്ലിക്കൊന്നാലും ക്യാരക്ടർ ഇട്ടൊരു കളിയില്ല അല്ലേ? കേറി വാ. വായാടാ. അതല്ല ഞാൻ ആലോചിക്കുന്നതേ, ആ ഗാന്ധാരിയുടെ വേഷം കെട്ടുന്ന ആ മഞ്ജുനെ കുറിച്ചാ. മഞ്ജുനും ഈ പെണ്ണ് ഫുള്ള് കണ്ണ് കെട്ടിയല്ലേ ഇരിക്കുന്നത്. കമ്മിറ്റിക്കാര് 4 ചുറ്റിന് വാക്ക് അടിച്ചിട്ടോ എന്തിനാ അടിച്ചതെന്ന് പോലും അറിയാതെ ബോധം കെട്ടിരിപ്പോ. അല്ല, ഇനി അവളെ ഞാൻ കൊണ്ടുപോയിട്ട് വരുവാടാ. അവളെ കൊണ്ടുപോയി നിന്റെ ശമ്പളം മൊത്തം അവള് കൊണ്ടുപോകും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ വേറെ എന്തെങ്കിലും പണി ചെയ്യ്. അപ്പൊ ഒരു കാര്യമുണ്ട്, അവക്കത് കിട്ടണം. അല്ല, നിന്റെ ഈ വാലയിൽ അടി കിട്ടാതെ രക്ഷപ്പെടുന്ന ഒരുത്തനും ഇല്ലടാ. ഉണ്ട്, പാഞ്ചാലി ഉണ്ട്. അതെങ്ങനെ? ഈ സാവത്തിന് വന്നു കഴിഞ്ഞാൽ ഒരു 10-40 സാരി എടുത്ത് അങ്ങ് ചുറ്റിക്കളയുമെന്ന്. ഇവളെ അടിച്ചാ കമ്മിറ്റിക്കാർക്ക് അടി കേൾക്കുവോ? അല്ല, അതറിയാവുന്നുണ്ട്. കമ്മിറ്റിക്കാർ എന്ത് ചെയ്യുന്നറിയോ? ഇവളെ സാരി എല്ലാം കൂടെ പിടിച്ചോ ഒറ്റ വലിയ. ഇവളില്ല സുദർശന ചക്രം കറങ്ങും പോലെ കറക്കുക. കറങ്ങി തീരും, സാരിയും തീരും. ഇവളവളുടെ വീട്ടിലും എത്തും. അത് നല്ലതാണ്. സമിതി ഇല്ലാതെ പോകണം, ബസ് ഇല്ലാതെ പോകണം. ഒരേ ഒരാള് അവള് മാത്രമേ ഉള്ളൂ. നീ എന്തിനാ ഇത് സ്ക്രിപ്റ്റും കൊണ്ടാടാ നടക്കണത്? എന്താടേ ചുമ്മാ അല്ല ഇതിന്റെ വാലയൊക്കെ പൊട്ടി പൊളിയണതല്ലേ? അയ്യോ, രാധാമണി 80 വയസ്സ്, ദിനേശ് 76 വയസ്സ്. എടാ, ഈ പ്രായമുള്ളവരൊക്കെ എന്തിനുടെ സമിതിയില്ലേ? എടാ, നിങ്ങൾ ചെറുപ്പക്കാരെ ഈ വയസ്സിലുള്ളവരൊക്കെ എന്തിനു വെക്കണത്? വയസ്സ് നോക്കിയല്ലോ, നമുക്ക് സമയം നോക്കിയിട്ടില്ലേ ഓരോരുത്തരെ കൊണ്ടുവരാൻ പറ്റും. ഓ, അത് ശരി, അങ്ങനെ. ആഹാ, AK പുറിച്ചു 40 വയസ്സ്, മണക്കാട്ടുളാക്കാൻ കരിയിൽ കഴക്കൂട്ടം. ഇത് ഞാനല്ലേ? നീ തന്നെ. അത് ശരി. അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ നൈസാ നിന്റെ സമിതിയിലെടുക്കാനുള്ള പരിപാടിയാണല്ലേ? എന്നോട് ചോദിക്കാതെ എന്റെ പേരെഴുതിയത് തെറ്റ്. ഇതെഴുതിയവന്റെ വിരലുകളല്ല വെട്ടേണ്ടത്. പിന്നെ ആ പേപ്പർ അങ്ങ് കീറിക്കളാളിയാ. ഞാൻ വന്നാ ശരിയാവില്ല. എന്റെ സമിതി വിട്ട് ഞാൻ വരൂല്ല അളിയാ. അയ്യോ, കമ്മിറ്റിക്കാർ ഓടി തള്ളളിയാ, ഓടി തള്ളു. കമ്മിറ്റിക്കാരൊന്നും വന്നാ കുഴപ്പമില്ല, നമുക്ക് അവർക്ക് നിന്നെ കാണാനൊന്നും പറ്റൂലെന്ന്. അതെന്ത്? അവന്മാര് നിന്റെ മണ്ട അറിഞ്ഞു കുളഞ്ഞ് വിട്ട ഓർമ്മേണ്ട. ഓ, അതാണ്ട കണ്ടില്ലേ? ഓ, ചോര കുളന്നിരിക്കുന്നാണ്ടില്ലേ? ഓ, ആ ഒറ്റയടിക്ക് നീ ചത്ത വാഴപ്പണയിലായിരുന്നു. നിന്റെ ബോഡിയാണ് എടുത്തോണ്ട് വരുന്നത്. അപ്പൊ ഇതാ നീ ആത്മാവല്ലേ? അപ്പൊ നിങ്ങള് ഞാനല്ലേ നിന്റെ അടുത്ത് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന യഥാർത്ഥ ചിത്രഗുപ്തൻ. വാ, പോവാം. ഞാൻ പറഞ്ഞില്ലണ്ണ, കൊണ്ടുപോലെ.